friends. For the next few hours, we are going to forget our past, present, and future. അപ്പൊ നമ്മളിതുവരെ ഇംഗ്ലീഷ് ഗ്രാമർ പഠിക്കായിരുന്നു. തോറ്റു. എന്റെ സുബ്രു, നീ ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് കുടിച്ചൂടെ? പട്ടേൽ ആരെങ്കിലും വെള്ളം ഒഴിക്കുക ഉപ്പായി. സ്ട്രെങ്ത് എനിക്കറിയില്ല, ഞാനൊന്ന് നോക്കട്ടെ. കുറച്ച് വെള്ളം ഒഴിക്കാല്ലേ? അതാ നല്ലത്. അയ്യോ, ഇതൊക്കെ ആദ്യം പറയണ്ടേ? ഇത് ഉപ്പായിട്ട് ജനിക്കാൻ പോകുന്ന കുട്ടിക്ക്. Cheers. Cheers. എടാ കോപ്പുകളെ, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു മൂത്ത പുത്രന്റെ അവസ്ഥ എന്താണെന്ന് അറിയോടാ? രണ്ടെണ്ണം വിട്ടപ്പോ ഉപ്പായി ഫിറ്റായി. പോടാ. അത് വിട്, ബാപ്പയാണ് എന്റെ ട്രീറ്റ്. ഇതൊക്കെ തന്നെയല്ലേ എന്നും പരിപാടി. നിനക്കൊക്കെ എന്തു നോക്കാനാ? നീയൊക്കെ മാസം അയക്കുന്നു നോക്കി വീട്ടിൽ ആരെങ്കിലും കാത്തിരിക്കുന്നുണ്ടോടാ? ആയനു, എന്നാണല്ലോ വിശേഷം? ഏയ് ആസ് യൂഷ്വൽ ടോക്ക്. അറിയാലോ. അനു ഒരു അഫയർ ഉണ്ടെന്ന് വെച്ചിട്ട് എനിക്ക് എന്റേതായ സ്പേസ് കൂടി വേണ്ടേ? അതിനിപ്പോ എന്ത് ചെയ്യാൻ പറ്റും? കഴിഞ്ഞു പോയ കാര്യമല്ലേ. പിന്നെ ഉപ്പായിക്കാം, അത് പറ്റൂല. ഉപ്പായി ഫിറ്റാണ്. സൗകര്യം ഉണ്ട്, സ്നേഹിച്ചാ മതി. ഓക്കെ, ഗുഡ് നൈറ്റ്. ആവനെ പാർട്ടി. യാ, we'll talk to you later. എടാ ഉപ്പായി, എനിക്ക് കൊറേ നാളായിട്ടൊരു സംശയം. നിങ്ങൾ മാപ്പിളമാരെന്തിനാ ഈ മുണ്ട എടുത്തോട്ട് കൊടുക്കണത്? അത് പണ്ടുപോലെ അങ്ങനെയാടാ. അതെ, എനിക്കൊരു സംശയം. ഈ ബ്രാഹ്മണന്മാരുടെ വീട്ടിലേ നീ മാത്രം എന്ത് കരിഞ്ഞു പോയേ? അതെ, ഞാൻ വയറ്റിലായിരുന്നപ്പോ ഞങ്ങളുടെ ഫാമിലി ഡോക്ടർ എൻ്റെ അമ്മയ്ക്ക് കുറെ അയൺ ടോണിക് കൊടുത്തു. കുട്ടിയുടെ ആരോഗ്യത്തിന് വേണ്ടിയല്ലേന്ന് കരുതി അമ്മ അത് മുഴുവൻ വലിച്ചു കയറി കുടിക്കുകയും ചെയ്തു. അവസാനം ഇരുമ്പിന്റെ അംശം കൂടി കൂടി ഞാൻ തുരുമ്പ് പോലെ. അത് കറക്റ്റായിരിക്കും. അടിച്ചല്ലേ ഇറങ്ങി ഒന്നുകൂടെ ഇനി സെൽഫ് സർവീസ് ആണ്. കടവുളെ കാപ്പാത്തുകോ. എനിക്ക് മടുത്തടാ. അവിടുത്തെ എന്തിനും ഏതിനും ഞാൻ തന്നെ വേണം. ശല്യപ്പെടുത്താനാണെങ്കിലും സ്വന്തമെന്ന് കരുതുന്നവരെ നമ്മളെ വിളിക്കുന്ന ഒരു സുഖല്ലടാ. സുഖം നിനക്കറിയാനിട്ടാ. അത് ശരിയാ, എനിക്കറിയില്ല സ്വന്തവും ബന്ധവും അതിന്റെ സുഖമൊന്നും. മൂപ്പ എന്താ തന്നെ പ്രശ്നം? ഞങ്ങളോട് മനസ്സ് തുറക്കാൻ പാടില്ലേ? തുറക്കാടാ, ഞാൻ തുറക്കാം. 6 കൊല്ലമായി ഞാൻ അവളെ പ്രേമിക്കാൻ തുടങ്ങിയിട്ട്. ഏത് നേരം അവൾക്ക് തന്നെ ഡൗട്ടാ. നമ്മുടെ എല്ലാ പ്രശ്നത്തിനും കാരണം ഇതാ. ആരാണ് മനസ്സമാനത്തോടെ കള്ളു കുടിക്കാൻ നോക്കാത്ത? ഗുഡ് ഈവനിങ് മാഡം. ഹലോ സഞ്ജയ്. യെസ് മാഡം, പറയൂ. നിങ്ങൾ എന്താ പറഞ്ഞത്? 3 വർഷം കൊണ്ട് ഇരട്ടിയാവുന്നല്ലേ? എന്നിട്ട് ഇപ്പൊ എത്ര മാർക്കറ്റ് റേറ്റ് എന്ന് അറിയാമോ? എനിക്ക് ഇൻവെസ്റ്റ് ചെയ്ത കാശ് തിരിച്ചു കിട്ടിയാൽ മതി. ലെറ്റ് മീ സീ മാഡം. പോയി പെണ്ണുമ്പളെ എന്തോന്നടേ, മനസ്സമാനത്തിനാണ് 2 പെഗ് എടുക്കാന്ന് വെച്ചത്. എന്നിട്ട് രക്ഷയില്ലല്ല. അറ്റ്ലീസ്റ്റ് ആ കോപ്പ് സ്വിച്ച് ഓഫ് എങ്കിലും ചെയ്തു. നമുക്ക് ഈ റൂമിൽ മൊബൈൽ ക്യാമറ വെക്കാം. എന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല, വരാനുള്ളത് ഓട്ടോ പിടിച്ചു വരും. അത് വരും. ഈ മറ്റേടത്തെ കുന്ത്രാണ്ടുള്ളതുകൊണ്ട് മനുഷ്യനിവിടെ മനസ്സമാനത്തോടെ ജീവിക്കാൻ പോലും പറ്റില്ല. ഉറങ്ങി എണീക്കുമ്പോ തുടങ്ങും, എഴുതിരിച്ചാ പയ്യ വിളക്കിയാച്ചാ ഇന്റർവ്യൂ എടുക്കല്ലേ, കോയിൽക്ക് പോടാ, പണ്ടാറ തേങ്ങ മുടക്കടാ, തൂങ്ങിവിടെ പച്ചാ. അത് ശരിയാ, നമുക്ക് വേണ്ടി ഇത്തിരി സമയം പോലും മാറ്റി വെക്കാൻ ഈ കാരണം പറ്റണില്ല. ശരിയാടാ, എവരിബഡി ഈസ് ഡിക്റ്റേറ്റിംഗ് us. Who are they to command us? നമ്മളല്ല ഇതിന്റെ അടിമകളാടാ. ബ്രിട്ടീഷുകാർ പോലും
ഇങ്ങനെ നമ്മളെ തളച്ചിട്ടിട്ടില്ല. ശരിയാടാ. വലിച്ച് പൊട്ടിക്കടാ ഈ അടിമ ചങ്ങല. മൂപ്പാ എന്ത് പണിയാടി കാണിച്ചത്? കള്ളുടിച്ച വയറ്റി കിടക്കണം. എന്റെ ജീവിതം അതിൽ തീർന്നു പോകും. ഇനി മുതൽ ഞാൻ ഈ സാധനം കായും കൊണ്ട് വരില്ല. ഇതാണ് എന്റെ മനസ്സമാധാനം കളയുന്നത്. ലോകത്തെന്തോരോ ആളുകൾ മൊബൈൽ ഉപയോഗിക്കാതെ മനസമാധാനമായിട്ട് ജീവിക്കുന്നു. ടോം ക്രൂസ്, എൽട്ടൺ ജോൺ, നമ്മുടെ സ്വന്തം ജഗതി ചേട്ടൻ. എന്തിന് ആസിഫ് അലി പോലും മൊബൈൽ കൈ കൊണ്ട് തൊടുന്നില്ല. ശരിയാടാ. നമ്മൾ എന്തോരം പൈസ ഇതിനു വേണ്ടി ചെലവാക്കണേ. കഴിഞ്ഞ 10 വർഷം കൊണ്ട് എന്തോരം കമ്പനികൾ ഇവിടെ ഉണ്ടായി വന്നേക്കണേ നമ്മുടെ പൈസ മുടിക്കാനായിട്ട്. നമ്മുടെയൊക്കെ തലയ്ക്ക് മീതെ എത്രയോ കോളുകൾ പറന്നു നടക്കും. എന്തുമാത്രം മെസ്സേജുകൾ ഒഴുകി നടക്കും. അതെന്റെ അമ്മയുടെ കോള്. ഇത് നിന്റെ ഷാരോന്റെ മെസ്സേജ്. ഇത് പൈട കെട്ടിയുള്ള കോള്. അത് നിന്റെ ബോസിന്റെ മെസ്സേജ്. വെയിറ്റ് ഞാൻ പറയാം. നമ്മൾ 4 പേരില്ലേ, നമ്മൾ 4 പേരും ജീവിതത്തിൽ മൊബൈൽ എന്ന് പറഞ്ഞ സാധനം ഉപയോഗിക്കുന്നില്ല. സമ്മതാണോ? ഡൺ. നോ 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 നോ. ചരിത്രപരമായ തീരുമാനങ്ങൾ നമ്മളിങ്ങനെ നിസ്സാരമായിട്ട് എടുത്തുകൂടാ. Come with me. Wow. Yes. This is the right place. Woo. Twinkle twinkle little stars. എടാ ഈ നക്ഷത്രങ്ങളെ സാക്ഷി നിർത്തി ഞാൻ പറയാ. 9744497939. ഈ നമ്പർ ഇനി ഇല്ല. സുബ്രു എന്ന വ്യക്തി മാത്രം. എനിക്ക് സ്വന്തമായിട്ടൊരു ഐഡന്റിറ്റി ഉണ്ടോ? ശരിയാ ശരി. ഞാൻ പോണേ. റെഡി? പോട്ടെ. അയ്യോ. അതെ, ഈ പ്രോമിസിന് ഞാനും തെറ്റിക്കാൻ പാടില്ല. അഥവാ തെറ്റിക്കുന്നവർക്ക് ഇനി ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത പണിഷ്മെന്റ് കൊടുക്കണം. നമുക്കൊരു കാര്യം ചെയ്യാം. നമ്മുടെ കൂടുതൽ ആര് പ്രോമിസ് ബ്രേക്ക് ചെയ്യുന്നുവോ അവൻ 10,000 രൂപ ഫൈൻ അടക്കണം. 10,000 രൂപയുടെ ഫോൺ അവിടെ എറിഞ്ഞു പൊട്ടിച്ച് കണ്ടല്ലടാ. പിന്നെ 10,000 രൂപ. ഞാനൊരു കാര്യം പറയാം. ഇതിൽ ആര് പ്രോമിസ് തെറ്റിക്കുന്നതോ അവൻ MG റോഡിലാണ് ഇതേപോലെ സ്ട്രീക്ക് ചെയ്യണം. അതൊന്നും ശരിയാവൂല. അതിന് നമ്മൾ ആരും പ്രോമിസ് ബ്രേക്ക് ചെയ്തില്ലല്ലോ. ബ്രേക്ക് ചെയ്തില്ലേ പിന്നെ നമ്മൾ പേടിക്കണം.